നമസ്കാരം. സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. നല്ല കട്ടിയുള്ളതും ഉള്ളുള്ളതുമായ മുടി എല്ലാവരുടെയും സ്വപ്നമാണ്. വെറുതെ മുടി വളരണമെന്ന് ആഗ്രഹിച്ചിരുന്നാൽ മുടി വളരില്ല. പിന്നെ എന്ത് ചെയ്യണം? മുടി വളരാൻ മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണകൾ മാത്രം ഉപയോഗിച്ചാൽ മതിയോ? മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഉപയോഗിച്ചും കൊണ്ടും മുടി വളരില്ല. അതിന് നല്ല ഭക്ഷണം കഴിക്കണം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് മുടി വളരാൻ സഹായിക്കുന്ന വിറ്റാമിനുകളെ കുറിച്ചും ആ വിറ്റാമിനുകൾ ലഭിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുമാണ്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, എനിക്ക് പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ മുടിയുടെ ഉള്ളു പോയി, മുടി കൊഴിച്ചിൽ അനുഭവപ്പെട്ടു എന്നൊക്കെ. എന്നാൽ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതിന് ചില കാരണങ്ങളുണ്ട്, അല്ലാതെ വെറുതെ മുടി കൊഴിയില്ല. സമ്മർദ്ദം, ഭക്ഷണക്രമത്തിലെ മാറ്റം, ലൈഫ് സ്റ്റൈൽ, കാലാവസ്ഥ എന്നീ കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിയാറുണ്ട്. ഈ മുടി കൊഴിച്ചിൽ നമുക്ക് എണ്ണ, സെറം, മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് മാറ്റാൻ കഴിയും. എന്നാൽ മരുന്നുകൾ കഴിക്കാതെ വിറ്റാമിനുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടും നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും. മുടി വളരാൻ സഹായിക്കുന്ന കുറച്ച് വിറ്റാമിനുകളെ പരിചയപ്പെടാം. 1. ബയോട്ടിൻ അഥവാ വിറ്റാമിൻ B7. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒന്നാണ് ബയോട്ടിൻ. നമുക്ക് അവിടെ നിന്ന് തന്നെ ആരംഭിക്കാം. നമ്മളിൽ പലരും മുടി വളരുന്നതിന് സപ്ലിമെന്റുകളായി ബയോട്ടിൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. ബയോട്ടിൻ നിങ്ങളുടെ മുടി, സ്കിൻ, നഖം എന്നിവയ്ക്ക് ആവശ്യമായ പ്രോട്ടീനായ കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ബയോട്ടിൻ കുറവുണ്ടാകുമ്പോൾ മുടി പൊട്ടൽ ഉണ്ടാകുക, മുടിയുടെ വളർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പരിഹരിക്കുന്നതിനായി മുട്ട, നട്ട്സ്, സീഡ്സ്, സാൽമൺ, മധുരക്കിഴങ്ങ് തുടങ്ങിയവ നിങ്ങൾക്ക് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇതുവഴി നിങ്ങൾക്ക് ആവശ്യത്തിന് ബയോട്ടിൻ ലഭിക്കുന്നില്ലെങ്കിൽ ബയോട്ടിൻ സപ്ലിമെന്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 2. വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറ്റാനും സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വേഗത്തിൽ വളർന്നു വരണമെങ്കിൽ വിറ്റാമിൻ ഡി ആവശ്യമാണ്. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് പലർക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. വിറ്റാമിൻ ഡി കുറയുന്നത് നമ്മുടെ മുടിക്ക് മാത്രമല്ല ദോഷകരമായി ബാധിക്കുന്നത്, ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. നാച്ചുറലായി നിങ്ങൾക്ക് വിറ്റാമിൻ ഡി ലഭിക്കാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും 15 മുതൽ 20 മിനിറ്റ് വരെ വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. അതുപോലെ കൊഴുപ്പുള്ള മത്സ്യം, മഷ്റൂം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നും നിങ്ങൾക്കിത് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് മരുന്നെടുക്കാൻ ശ്രമിക്കണം. 3. വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ നിങ്ങളുടെ മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്നവയാണ്. വിറ്റാമിൻ ഇ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ഒരു നാച്ചുറൽ ഗ്ലോ ലഭിക്കും. ബദാം, സൺഫ്ലവർ സീഡ്, ചീര, അവക്കാഡോ എന്നിവയിൽ വിറ്റാമിൻ ഇ ഉണ്ട്. ഇത് കൂടുതലായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ചിലർ മുടിക്ക് തിളക്കം ലഭിക്കാനും മുടി വളരാനുമായിട്ട് വിറ്റാമിൻ ഇ ഓയിലുകൾ തലയിൽ പുരട്ടുന്നത് കാണാം. അതിലും വേഗത്തിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്. 4. വിറ്റാമിൻ എ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും വളരാൻ വിറ്റാമിൻ എ അത്യാവശ്യമാണ്. മുടിയുടെ വളർച്ചയ്ക്ക് വിറ്റാമിൻ എ നിർബന്ധമായും വേണം. വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിൽ ജലാംശം നിലനിർത്തുകയും മുടിക്ക് തിളക്കം നൽകാനും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ എ ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും മുടി വരണ്ടു പോകാനും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ക്യാരറ്റ്, മധുരക്കിഴങ്ങ്, ചീര, ലിവർ എന്നിവയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട്. എന്നാൽ വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വിറ്റാമിൻ എ അധികമായാൽ മുടി കൊഴിച്ചിലിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. 5. വിറ്റാമിൻ സി. വിറ്റാമിൻ സി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഇത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നുമാണ്. വിറ്റാമിൻ സി നിങ്ങളുടെ ശരീരത്തെ കൊളോജൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ച്, ലെമൺ, ലൈം, ഗ്രേപ്പ്, മാൻഡേറിയൻ എന്നിവയും സ്ട്രോബെറി, പേരയ്ക്ക, ബെൽ പെപ്പർ, ബ്രൊക്കോളി എന്നിവയും കഴിക്കുന്നത് വിറ്റാമിൻ സി ലഭിക്കാൻ സഹായിക്കുന്നവയാണ്. മുടി വളരണം എന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ട എണ്ണയും മരുന്നും കഴിക്കുന്നതിന് പകരം നല്ല ഭക്ഷണം കഴിക്കുക. അതുപോലെ വെള്ളം കുടിക്കുക. ഭക്ഷണക്രമത്തിൽ ഇലക്കറികൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, മത്സ്യം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് അധികമായി മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിക്കണം. വേണ്ട പരിഹാരങ്ങൾ എടുക്കുകയും വേണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.